നമസ്കാരം, എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനോടകം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ബീഫിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നുമല്ല, നമുക്ക് വീട്ടിൽ അധികം എരിവൊന്നും ഇല്ലാതെ ഒരു ചില്ലി ബീഫ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് കടക്കാം. ചില്ലി ബീഫ് തയ്യാറാക്കാനായി ആദ്യം നമുക്കൊരു പാന് അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു 6 മുതൽ 7 അല്ലി വരെ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് നുറുക്കിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ചെറിയ സവാള ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് 1/2 കിലോ ബീഫിനാണ് 2 സവാള എടുത്തിട്ടുള്ളത്. ചെറിയ സൈസ് സവാളയാണ്, തീരെ വലുതല്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ബീഫ് കുക്ക് ചെയ്ത ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിൽ ചേർക്കുകയാണ്. ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ബീഫ് ചെറിയ പീസായിട്ട് നുറുക്കി ഞാൻ ഓൾറെഡി പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാകം ബീഫ് ആഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയാം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചില്ലി ബീഫ് എന്ന് പറയുമ്പോൾ. സവാള ഒരുവിധം സോട്ടായി വരുമ്പോൾ ഞാനൊരു ചെറിയ ക്യാപ്സിക്കം അതും ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചില്ലി കുഞ്ഞായിട്ട് നുറുക്കിയതൂടെ ചേർക്കാം. ഒരെണ്ണം മതിയാവും. ഒരു ഗ്രീൻ ചില്ലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇച്ചിരി എരിവുള്ള ചില്ലിയാണിത്, അത് കാരണമാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. സവാളയും ക്യാപ്സിക്കവും ചില്ലിയൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സവാളയും ക്യാപ്സിക്കവും ചില്ലിയൊക്കെ നമ്മൾ വഴറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതെന്തിനാന്ന് പറഞ്ഞാൽ ഓവർ കുക്ക് ആവേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതേ കടായി തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ വേണ്ട. ഈ പ്രിപ്പറേഷന് കോക്കനട്ട് ഓയിൽ സൂട്ടാവത്തില്ല. ഞാനിവിടെ 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫാണ് ഇടേണ്ടത്. ഇത് ബീഫ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബീഫിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ പറയാം. ഞാനിതൊരു 25 മിനിറ്റോളം പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ്. ഇത് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 25 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത ബീഫാണ്. ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വിനീഗറും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താണ് ഞാനിത് കുക്ക് ചെയ്തത്. നമുക്കിതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം വളരെ ലോയിലേക്ക് വെച്ചതിന് ശേഷം ഈ ബീഫ് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റിയിട്ട് നടുക്കായിട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതിനോടൊപ്പം ഇങ്ങനെ ചേർത്തെടുക്കാം. ഇതിലേക്ക് സോസ് എല്ലാം ആഡ് ചെയ്യാം. ആദ്യം 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്,
1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയും സോസാണ് ഇതിന് വേണ്ടത്. ഇത് 3 ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഫ്ലെയിം വളരെ ലോയിൽ തന്നെ വച്ചിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഇതൊക്കെ ബേൺ ആയി പോവും. ഇനി നമുക്കിതിലേക്ക് ക്രഷ്ഡ് പെപ്പർ 1 ടീസ്പൂൺ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇനി ക്രഷ്ഡ് ചില്ലി 1/2 ടീസ്പൂൺ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ്, സവാളയും ക്യാപ്സിക്കും ഒക്കെ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം സവാളയും ക്യാപ്സിക്കും ഒക്കെ സോട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ബീഫ് ആഡ് ചെയ്ത് ഒപ്പം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ കുക്ക്ഡ് ആയി പോകും. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ മാറ്റി വെച്ചത്. നമുക്ക് ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നമ്മൾ ബീഫ് ആദ്യം കുക്ക് ചെയ്തപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ടു, സവാള സോട്ട് ചെയ്തപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടു, വീണ്ടും 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് വെച്ച് കൊടുക്കുക, വെള്ളം പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമുക്കിങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. തിളച്ച് വരട്ടെ. അപ്പോൾ എല്ലാം ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് നന്നായിട്ട് കുക്കായി വരും. അതിനുവേണ്ടി ഒരു 2 മിനിറ്റ് തിളക്കട്ടെ. വെള്ളമൊക്കെ പാകത്തിന് ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കൊരു നുള്ള് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര എന്തിനിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത സോസും ഗ്രീൻ ചില്ലിയും കാശ്മീരി ചില്ലിയും ഇതെല്ലാം ഒന്ന് ഒരുപോലെ ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 നുള്ള് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയത് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ കറി ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം 1/4 കപ്പ് വെള്ളം ചേർത്ത സ്ഥാനത്ത് നിങ്ങൾ 1 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. അപ്പം നമുക്ക് കുറച്ച് ഗ്രേവി കൂടെ ഇതിൽ കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ പ്രിപ്പറേഷനാണ്, ഏതാണ്ട് സെമി ഡ്രൈ പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മളുടെ ബീഫ് ചില്ലി പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിന്ന് തയ്യാറാക്കിയ ചില്ലി ബീഫിൻ്റെ പ്രിപ്പറേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലെസ് സ്പൈസിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ സാധിക്കും. ബീഫ് ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.